ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമേശ്വരത്താണ് കേട്ടോ. അപ്പോൾ രാമേശ്വരം വ്ളോഗിൻ്റെ പാർട്ട് 1 വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും അത് പോയി കാണാം. അപ്പോൾ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മളിനി രാമേശ്വരത്ത് നേരെ മധുര മീനാക്ഷിക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ രാവിലെ കുറേ ടൈം നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഹോട്ടലിൽ കുറേ സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കണ്ട്, പിന്നെ ഇവിടെ നല്ല ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ മരത്തിൻ്റെ അടിയിലൊക്കെ പോയി നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ മരത്തുമ്മ കേറിക്കാം. ഫാമിലി റെസ്റ്റോറൻ്റ് എത്ര വലുതാണ്. നമുക്ക് അവിടെ ഉണ്ട് ഫ്രണ്ടില് വെള്ളപ്പൂ മഞ്ഞപ്പൂവൊക്കെ ഉണ്ട്. ഗായ്സ്, നമ്മൾ ഇവിടെയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ച വന്ന രാമേശ്വരത്തിന് വേണ്ടി. അപ്പൊ ഇവിടെ ഹോട്ടലിലുള്ള എല്ലാവരും ഇവിടെ ക്യാൻസൽ ചെയ്യിപ്പിച്ചു. പറമ്പൊക്കെ ഉണ്ട് കേട്ടോ. കാലി പറമ്പിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു അതിന്റെ മീറ്റിംഗ്. ഇപ്പൊ അത് കാലിയായിട്ട് എടുക്കുന്നു. നമ്മളങ്ങനെ കുറേ നേരം അവിടെ കയറി നടന്നതിന് ശേഷം ഒരു 9 മണി 9:30 ആയപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മൾ മധുര മീനാക്ഷിക്കാണ് പോകുന്നത്. അപ്പോൾ പോണ വഴിക്കാണ് നമ്മുടെ പാമ്പൻ പാലം ഉള്ളത്. ഇതാണ് നമ്മുടെ പാമ്പൻ പാലം. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പാലമാണിട്ടത്. അപ്പോൾ ഇത് ഭയങ്കര നീളമാണ് ഈ പാലം. 1.5-2 കിലോമീറ്ററോളം നീളുണ്ട് ഈ പാലം. നമ്മളോടൊപ്പം വേണമെങ്കിൽ കുറച്ച് നേരം പുറത്തിറങ്ങി നിന്ന് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമുക്ക് പുറത്ത് നല്ല വെയിലായതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നൊന്നുമില്ല. നമ്മൾ വണ്ടിയിൽ ഇരുന്ന് തന്നെ ഇത് ഫുള്ള് കണ്ടു. ശുഭാർദ്രമായി ദിനം സലോലം സുന്ദരമേ എല്ലാവരും ഞാൻ പറഞ്ഞോളൂ. നമ്മളപ്പോൾ പോകുന്ന വഴിക്ക് വേറൊരു ടെമ്പിളിലും കൂടി കയറിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ടെമ്പിളിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലുള്ള സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിളിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ നിറച്ച് പാറയുടെ മുകളിൽ ഇങ്ങനെ ഓരോ കൊത്തുപണികളൊക്കെ ചെയ്ത് ഫുൾ ഡിസൈനുകളൊക്കെ കാണാൻ പറ്റും. പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമ്മൾ മധുര മീനാക്ഷിക്കാണ് നേരെ പോകുന്നത്. നമ്മളങ്ങനെ മധുര മീനാക്ഷി എത്തിയിട്ടോ. അപ്പോൾ നമ്മളുടെ വലിയ ടൂറിസ്റ്റ് ബസ്സുകളൊന്നും അങ്ങോട്ട് അലോഡ് അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഓട്ടോയിൽ വേണം പോകാൻ വേണ്ടിയിട്ട്.
ഇതുപോലെ ഒരു ഓട്ടോയിൽ 10 പേര് 11 പേരാണ് കൊള്ളുക കേട്ടോ. അപ്പം നമുക്ക് ഒരാൾക്ക് 60 രൂപ വെച്ചിട്ടാണ് ഇവർ മേടിക്കുക. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നമ്മളെ അവിടെ കൊണ്ടുവന്നാക്കി അതുപോലെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. നമ്മളങ്ങനെ അവിടുത്തെ മധുര മീനാക്ഷിയിലെ ടെമ്പിളിൽ എത്തിയിട്ടു. അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്രാവശ്യം പോയ ഏകദേശം എല്ലാ അമ്പലത്തിലും ഏകദേശം പണി നടക്കുന്നതായിരുന്നു. അപ്പം 4:30 ആകുമ്പോഴാണ് അവിടുത്തെ അമ്പലം തുറക്കുള്ളൂ. അപ്പോൾ നമ്മളാണെങ്കിൽ 2 മണിയാകുമ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെയുള്ള കുറച്ച് കടകളിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സാരി ഷോപ്പിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ വല്ല വെറൈറ്റി സാരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയ്ക്കും വലിയമ്മയ്ക്കും അപ്പോൾ അങ്ങനെ സാരികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാരികളൊന്നും നമ്മൾ കണ്ടില്ല. നമ്മുടെ നോർമൽ കടയിൽ കിട്ടുന്ന സാരികൾ തന്നെ. പിന്നെ റേറ്റ് ആയാലും നല്ല കൂടുതലായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ നേരെ കടയിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തുള്ള വേറൊരു കടയിൽ കയറി. അപ്പോൾ ഈ ഒരു കട കാണുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു കടയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സാധനങ്ങളും അതുപോലെ ഇഷ്ടംപോലെ സ്ഥലമാണുള്ളത്. ഏറെക്കുറെ എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടും. കിരീടം വെച്ച ആനക്കുട്ടി. പിന്നെ തത്ത സൗണ്ട് ഉണ്ടാക്കും. ഇത് വേണം പോലീസിന്റെ കാറ്. ഹെലികോപ്റ്ററൊക്കെ എടുത്ത് പിടിച്ചിരിക്കുന്ന കട എന്ന് പറഞ്ഞാ അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും ഏകദേശം 4:30-5 മണി ആയിട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ അലൗഡ് അല്ല കേട്ടോ. ഫോൺ എന്തായാലും അലൗഡ് അല്ല. പിന്നെ സ്മാർട്ട് വാച്ച്, അതുപോലെ കൊട, പിന്നെ ബാഗുകൾ, കുപ്പി, അങ്ങനെ ഒന്നും തന്നെ അലൗഡ് അല്ല. ജീൻസ് പാൻറ്റ്, ട്രൗസർ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഓട്ടോ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഈ ഓട്ടോയിൽ തന്നെ കയറി തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ 10 പേര് 11 പേരാണ് ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 11 പേര് തന്നെ വീണ്ടും ഇവിടെ നിന്ന് തിരിച്ച് നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ തിരിച്ച് പോവാണ് വീട്ടിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ പെട്രോൾ പമ്പിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പാർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാർക്കിലിരുന്ന് കുറച്ച് നേരം കളിക്കുകയാണ്. എന്നിട്ടത് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും നമ്മൾ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടനും അതുപോലെ നമ്മുടെ കൂടെ ഒരു ഷെഫും അങ്ങനെ 2-3 ആൾക്കാരുണ്ട്. അവരാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചപ്പോഴേക്കും നല്ല ഇടിവെട്ടി മഴ പെയ്തു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നു. അപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, കുറച്ച് പേര് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് പേര് കഥകൾ പറയുന്നുണ്ട്, കുറച്ച് പേര് വെറുതെ നല്ല മഴയായിട്ടൊന്നും കേൾക്കില്ല. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നെയ്ച്ചോറായിരുന്നു കേട്ടോ നമുക്കൊന്ന് കഴിക്കാനുണ്ടായിരുന്നത്. ഇവരെന്നെ വിളിക്കും ചെയ്ത് ഞാൻ പെട്ടില്ല മോശമായി. അങ്ങനെ നമ്മളിനി നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ, തൃശ്ശൂർക്ക് പോവാണ്.
അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ യാത്ര തുടങ്ങുമ്പോഴാണ് നാളികേരം ഉടയ്ക്കേണ്ടത്. പക്ഷെ നമ്മളിത് വടക്കുന്നാഥനിൽ ഉടയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ വന്ന റൂട്ട് വേറെ ആയതുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് നാളികേരം ഉടച്ചിട്ട് നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ കാണാത്തവരാണെങ്കിൽ പാർട്ട് 1 വീഡിയോ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് എല്ലാതും കമൻറ്റ് ബോക്സിലിടുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.